Good evening all. This is measurements part 2 9th class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയറിംഗ് ബ്രിഡ്ജ്. ഷെയറിംഗ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് അൺനോൺ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൻലി. ഓൾസോ അൺനോൺ കപ്പാസിറ്റൻസിന്റെ കൂടെ തന്നെ അതിന്റെ ESRും ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഷെയറിംഗ് ബ്രിഡ്ജ്. അതിൽ സ്മോൾ R1 എന്ന് പറയുന്നത് നമ്മുടെ അൺനോൺ കപ്പാസിറ്റൻസ് C1ന്റെ ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ് ആണ്. ഈ ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ് എന്താണ് കാണിക്കുന്നതെന്ന് നമ്മൾ ഡി സോട്ടീസ് ബ്രിഡ്ജിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ ഡയലക്ട്രിക് ലോസ് ഓഫ് എ കപ്പാസിറ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്മോൾ R ESR യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബ്രിഡ്ജിൽ C2 ഉണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആണ്. നമ്മളവിടെ ESR കൺസിഡർ ചെയ്യുന്നില്ല. അസ്യൂമിങ് ദാറ്റ് ഇറ്റ്സ് എ ലോസ്ലെസ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ, ലെറ്റ് ഇറ്റ് ബി ഒരു എയർ ഓർ ഗ്യാസ് കപ്പാസിറ്റർ ആയിക്കോട്ടെ. R3 എന്ന് പറയുന്ന ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. C4 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. R4 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസും ആണ്. ആസ് യൂഷ്വൽ മറ്റെല്ലാ ബ്രിഡ്ജസിനും പഠിച്ച പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ. അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷനിൽ നമുക്കറിയാം ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഒഴികെ എല്ലാത്തിലും നമുക്ക് എങ്ങനെ എഴുതാം? Z1 into Z4 is equal to Z2 into Z3. Z1 into Z4 is equal to Z2 into Z3. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് Z1, ഏതാണ് Z4, ഏതാ Z2, ഏതാ Z3 എന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് എടുക്കാണ്. അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ നമ്മുടെ ഡിറ്റക്ടർ വിൽ ഷോ നൾ ഡിഫ്ലക്ഷൻ. അത് ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. കാര്യം അത് കറണ്ട് ഡിറ്റക്ട് ചെയ്യുന്നില്ല. കറണ്ട് വിൽ നോട്ട് ഫ്ലോ ത്രൂ സ്മോൾ ബി ടു സ്മോൾ ഡി. ഡിറ്റക്ടിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. അതിന്റെ അർത്ഥം പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ബി ഡി വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു E1 should be equal to E2. Similarly, E3 should be equal to E4 at the balanced bridge condition എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ E4 എന്ന് പറയുന്ന ഏതാണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R4 that will be equal to voltage drop across C4 and it is named as E4. Okay, it will be equal to E3 എന്നാണ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ Z1 into Z4 is equal to Z2 into Z3. അതിൽ Z1 എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സ്മോൾ R1 പ്ലസ് C1 ആണ്. That is equal to R1 minus j XC1. R1 minus j XC1. That is equal to R1 minus j XC1 എന്ന് വെച്ചാൽ 1 by C omega ആണ്. So 1 by omega C1 minus j can be written as 1 by j plus 1 by j. So നമുക്ക് എങ്ങനെ എഴുതാം? Z1 is equal to R1 plus 1 by j omega C1. And Z2 is equal to നമ്മുടെ കപ്പാസിറ്റി റിയാക്ടൻസ് C2 ന്റെ മാത്രമേ ഉള്ളൂ. So Z2 is equal to 1 by j omega C2. Z3 is equal to R3, അതായത് തേർഡ് ആമിലെ ഇംപെഡൻസ് അത് R3 ആണ്. Z4 is equal to പാരലൽ കോമ്പിനേഷൻ ഓഫ് R4 and C4. അതെങ്ങനെ വരും? R4 into capacity reactance of C4. അപ്പോൾ R4 into 1 by j omega C4 divided by R4 plus 1 by j omega C4. അത് എഴുതുമ്പോൾ എങ്ങനെ വരും? Z4 can be written as it is equal to R4 divided by ഈ കാണുന്ന ഡിനോമിനേറ്റർ j omega C4 ഉം ഇവിടെ LCM എടുത്തതിന് ശേഷമുള്ള ഡിനോമിനേറ്റർ j omega C4 എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. ഇവിടെ LCM എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? R4 into j omega C4 plus 1 ആണ് നമ്മുടെ ഇനിയുള്ള ഡിനോമിനേറ്റർ. So Z4 is equal to R4 by j omega C4 R4 plus 1. ഇതുവരെ ക്ലിയർ ആണ്? നമ്മൾ എല്ലാ ബ്രിഡ്ജസിലും AC ബ്രിഡ്ജസിലും ഡിസ്കസ് ചെയ്തു പോയ അതേ പാറ്റേൺ തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Z1, Z2, Z3, Z4 can be equated in equation 1. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Z1 നെ R1 plus 1 by j omega C1 എന്നിട്ടു. Z4 നെ R4 by 1 plus j omega C4 എന്നിട്ടു. And Z2 is equal to 1 by j omega C2 and Z3 is equal to R3. അങ്ങനെ ഇക്വേഷൻ 1 ഈ രൂപത്തിലാക്കി. ഇനി
ആസ് യൂഷ്വൽ സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അത് നമുക്ക് നോക്കാം. ഇവിടെ 1 + jωc4 × R4 നമുക്ക് RHSലേക്ക് കൊണ്ടുവരാം. അതുപോലെ jωc2 LHSലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? സ്മോൾ r1 ഇൻറ്റു ക്യാപിറ്റൽ R4 ഇൻറ്റു jωc2 ആണ് നമ്മുടെ ആദ്യത്തെ ടേം. R1 ഇൻറ്റു R4 ഇൻറ്റു 1/jωc2. നമ്മുടെ jωc2 അല്ലേ നമ്മള് LHSലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്തോരും? R1 ഇൻറ്റു R4 ഡിവൈഡഡ് ബൈ jωc4. അത് ഫസ്റ്റ് ടേം. നെക്സ്റ്റ് ടേം എന്താണ്? പ്ലസ് 1/jωc1 ഇൻറ്റു R4 ഇൻറ്റു jωc2. സോറി, ഇവിടെ jωc2 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ വേണം വരാൻ അല്ലെ. ആ സ്റ്റെപ്പും കൂടെ എഴുതാം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്. R1 പ്ലസ് 1/jωc1 ഇൻറ്റു R4 ഇൻറ്റു jωc2 ഈക്വൽ ടു R3 ഇൻറ്റു 1 + jωc4 ഇൻറ്റു R4. ഇംപ്ലൈസ് നമ്മളതിനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പോൾ jωc2 R4 സ്മോൾ r1 പ്ലസ് സെക്കൻഡ് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ jω ക്യാൻസൽ ആവുന്നു. ബാക്കി എന്ത് വരുന്നു? c2/c1 ഇൻറ്റു R4 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റിന് വെളിയിലേക്ക് RHSൽ ബ്രാക്കറ്റിന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ R3 പ്ലസ് jωc4 ഇൻറ്റു R3 ഇൻറ്റു R4. ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മുടെ ഇക്വേഷനില് LHSലും RHSലും ഞാൻ നോക്കുമ്പോൾ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ, LHSൽ ഒരു കോംപ്ലക്സ്, RHSൽ ഒരു കോംപ്ലക്സ് നമ്പർ. സോ അവർ ഈക്വൽ ആണെങ്കിൽ അവരുടെ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കണം. സോ by equating real and imaginary parts നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം റിയൽ പാർട്ടിനെ ഇക്വേറ്റ് ചെയ്യാം. റിയൽ പാർട്ടിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? c2/c1 ഇൻറ്റു R4. നമ്മുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് e2/c1 ഇൻറ്റു R4 ഈസ് ഈക്വൽ ടു, ഇവിടെ j ഇല്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ? R3 മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു R3. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. അത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? c2/c1 ഇൻറ്റു R4 ഈസ് ഈക്വൽ ടു R3 എന്ന് കിട്ടി. ഇവിടെ നിന്ന് അൺനോൺ ഏതാണ്? c1. c1 ഈസ് ഈക്വൽ ടു R4/R3 ഇൻറ്റു c2. ഇതിലെ c1 ആണ് നമ്മുടെ അൺനോൺ. c2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ്. നമ്മൾ പറഞ്ഞു നേരത്തെ ലോസ്ലെസ് ആയ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് c2 നമ്മൾ എടുക്കുന്നു. അവിടെ നമ്മൾ അതിന്റെ ലോസിനെ കാണിക്കുന്ന റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. ആ കപ്പാസിറ്റൻസ് c2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് ആണ്, വേരിയബിൾ അല്ല. സോ ഈ ഇക്വേഷനിൽ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ളത് R4 ആണ്, ഫോർത്ത് ടേമിലെ വേരിയബിൾ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് c1 കിട്ടി. ബൈ കമ്പയറിംഗ് റിയൽ പാർട്സ് നമുക്ക് c1 കിട്ടി. സിമിലർലി ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്ക്, j വരുന്ന ടേംസ് ആദ്യത്തത് ഏതാണ്? ωc2 R4 ഇൻറ്റു സ്മോൾ r1 ഈസ് ഈക്വൽ ടു ωc4 ഇൻറ്റു R3 ഇൻറ്റു R4. നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ωc2 R4 ഇൻറ്റു സ്മോൾ r1 ഈസ് ഈക്വൽ ടു ωc4 ഇൻറ്റു R3 ഇൻറ്റു R4. എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ആയി പോയി? R4 ക്യാൻസൽ ഔട്ട് ആകുന്നു, ഒമേഗ ക്യാൻസൽ ഔട്ട് ആവുന്നു. ബാക്കി എന്തുണ്ട്?
small r1 is equal to C4 by C2 into R3. C4 by C2 into R3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ. ഈ സ്മോൾ r1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കപ്പാസിറ്റർ 1ന്റെ ലോസ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ESR ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ് സ്മോൾ r1. അപ്പോൾ സ്മോൾ r1 എന്ത് കിട്ടി? R3 into C4 by C2. ഇതിൽ ആരൊക്കെയാണ് വേരിയബിൾ ഈ ഇക്വേഷനിൽ? C4, നമ്മുടെ ഫോർത്ത് ആമിലിരിക്കുന്ന കപ്പാസിറ്റൻസ് C4 ആണ് ഇവിടെ വേരിയബിൾ. ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? ഇതിലൊരു അഡ്വാൻറ്റേജ് നോക്കുക. മെയിൻലി നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് കുറച്ച് പോയിന്റ്സും കൂടെ. അതിനു മുന്നേ ജസ്റ്റ് നമ്മുടെ അൺനോൺ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ നേരം ആര് വരുന്നില്ല? there is no unknown capacitance C1 കണ്ടുപിടിക്കാൻ നേരം ആരില്ല അവിടെ? ഒമേഗ ഇല്ല. നമ്മുടെ അൺനോൺ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന C1ന്റെ ഇക്വേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി, അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഒന്ന്. മറ്റൊന്ന്, രണ്ട് ഇക്വേഷൻസിലും വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വേഷനിൽ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. C1 കണ്ടുപിടിക്കാൻ നേരം R4 മാത്രമേ ഉള്ളൂ വേരിയബിള്. സ്മോൾ r1 കണ്ടുപിടിക്കാൻ നേരം C4 മാത്രമേ ഉള്ളൂ വേരിയബിള്. അതും നമ്മുടെ എന്താണ്? അഡ്വാൻറ്റേജ് ആണ്. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എന്ത്? ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ ഇൻ ഈസിയർ വേ. പെട്ടെന്ന് ബാലൻസ് കണ്ടീഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് എന്ത് സഹായിക്കും? രണ്ട് ഇക്വേഷൻസും ഇൻഡിപെൻഡന്റ് ആണ്. അവരെ വേരി ചെയ്യാനുള്ള വേരിയബിൾസ് C1ന്റെ ഇക്വേഷനിൽ ഒരാൾ മാത്രമേ ഉള്ളൂ R4. സ്മോൾ r1ന്റെ ഇക്വേഷനിൽ ക്യാപിറ്റൽ C4 മാത്രമേ ഉള്ളൂ വേരിയബിള്. അത് ഇതുവരെ ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇനി നമുക്ക് ഷെറിംഗ് ബ്രിഡ്ജിന്റെ ഫേസർ ഡയഗ്രാം ഫോർ ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ നമുക്ക് ഇനി നോക്കാം. ആസ് യൂഷ്വൽ മറ്റെല്ലാ ബ്രിഡ്ജസിലും നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഫേസർ ഡയഗ്രാം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ നേരം നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ, അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു E1 should be equal to E2 and E3 should be equal to E4. ഇത് പറയുമ്പോൾ തന്നെ E1 എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. I1 പ്ലസ് സ്മോൾ r1 പ്ലസ് ഇവിടുത്തെ ഡ്രോപ്പ് എക്സിയിലുള്ള ഡ്രോപ്പ്, XE1ലെ ഡ്രോപ്പ്. അതുപോലെ E2 എന്ന് പറയുന്നത് എന്താണ്? C2 അക്രോസ് ഉള്ള ഡ്രോപ്പ്. ആര് കാരണം? I2 എന്ന് പറയുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന C2 XE2 അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് E2 എന്ന് പറയുന്നത്. ഓൾസോ E3 എന്ന് പറയുന്നതോ എന്റെ I3 എന്ന് പറയുന്ന കറണ്ട് R3യിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഡ്രോപ്പ് ആണ് E3. ഈ I3 എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു I1 തന്നെയാണ്. I1 R3 ആണ് എന്റെ E3. ആൻഡ് വാട്ട് അബൌട്ട് E4? E4ന്റെ അവിടെ ആരുണ്ട്? ഇപ്പോ കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സോ E4 നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന്, I സഫിക്സ് R എന്ന് പറയുന്ന ഒരു കറണ്ട് R4ലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് E4. അഥവാ I സഫിക്സ് C കപ്പാസിറ്റൻസ് കറണ്ട് I സഫിക്സ് C C4ലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എന്ത്? E4. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഓഫ് എ ഷെറിംഗ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾസോ ടോട്ടൽ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഷെറിംഗ് ബ്രിഡ്ജ് AC voltage E is equal to E1 plus E3 or E is equal to E2 plus
E4. ഇത്രയും ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷെറിംഗ് ബ്രിഡ്ജ് നമുക്ക് ഫേസർ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് ആസ് യൂഷ്വൽ മറ്റെല്ലാ ബ്രിഡ്ജസും സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ആമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആമിലെ വോൾട്ടേജ് ഡ്രോപ്പ് ഞാൻ ഏതെടുക്കുന്നു? I1 സ്മോൾ r1. അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. കാര്യം R1 കാണിക്കുന്ന അതിന്റെ ലോസസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് R1ന്റെ വാല്യൂ ചെറുതായിരിക്കും. അതുകൊണ്ട് I1 R1 ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും കമ്പയർ ടു അതർ വോൾട്ടേജസ്. I1 R1 ഉണ്ട്. അവിടെ കഴിഞ്ഞോ? ഇല്ല. I1 R1 ഉണ്ട്. R1ലൂടെ ഉള്ള കറണ്ട് ആണ് I1. I1 R1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് അക്രോസ് റെസിസ്റ്റൻസ് R1. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് I1 R1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് ഇൻ ഫേസ് ആയിരിക്കണം. I1 എന്ന് പറയുന്ന കറണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിന് ലെറ്റ് ഇറ്റ് ബി നമുക്ക് ഒരു ഡോട്ടർ ലൈൻസ് വെച്ചിട്ട് I1നെ റെപ്രസെന്റ് ചെയ്യാം. I1 അവിടെ കിടന്നോട്ടെ. നമുക്ക് ഇൻ ഫേസ് ആണെന്ന് അറിയാനാണ് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി I1 R1 ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ആമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് E1 കിട്ടണമെങ്കിൽ എന്റെ സ്മോൾ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് C1 അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് I1 into XC1 നമുക്ക് വേണം. എന്റെ I1 R1 ഇൻ ഫേസ് ആണ് നമ്മുടെ കറണ്ട് I1 എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതേ കറണ്ട് I1 ആണ് ഏതിലൂടെ ഫ്ലോ ചെയ്യുന്നത്? എന്റെ കപ്പാസിറ്റൻസ് C1ലൂടെ ഫ്ലോ ചെയ്യുന്നത്. നമുക്കറിയാം ഇൻ ദി കേസ് ഓഫ് കപ്പാസിറ്റൻസ് കറണ്ട് ലീഡ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. സോ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യണം? കപ്പാസിറ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ലാഗ് ദി കറണ്ട് ബൈ 90 ഡിഗ്രി. സോ എന്ത് ചെയ്യും? എന്റെ I1 R1 ഇതാണെങ്കിൽ ഇവിടെ വരുന്ന എന്റെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റൻസ് C1 ഷുഡ് ലാഗ് ദി I1 ബൈ 90 ഡിഗ്രി. ഷുഡ് ലാഗ് ദി I1 ബൈ 90 ഡിഗ്രി. ഇതാണ് എന്റെ കപ്പാസിറ്റൻസ് C1 അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് I1 XC1. I1 XC1 അതായത് I1 into 1 by omega C1. അതാണ് എന്റെ I1 into XC1. ഇപ്പൊ എന്ത് സംഭവിച്ചു? I1 R1 വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ട്, I1 XC1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ട്. അവിടെ റിസൾട്ടന്റ് എന്ത് തരും നമുക്ക്? The resultant of I1 R1 and I1 XC1 will give us capital E1 total voltage drop across arm1 നമുക്ക് കിട്ടി. ഇതാണ് എന്റെ എന്ത്? E1. പക്ഷെ E1ന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. എന്താണ്? E1 is equal to I1 into R1 plus XC1 എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ E1 should be equal to E2 എന്ന് പറഞ്ഞു. സോ this E1 should be equal to E2. E2 എന്ന് പറയുന്നത് എന്താണ്? E1 is equal to E2. E2 എന്ന് പറയുന്നത് എന്താണ്? എന്റെ കപ്പാസിറ്റൻസ് C2ന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് E2. That is I2 into XC2. അതിനെ എങ്ങനെ എഴുതാം? I2 into 1 by omega C2 എന്ന് എഴുതാം. ഇതാണ് എന്റെ എന്ത്? E2. E2 ആർക്ക് തുല്യമാണ്? E1ന് തുല്യമാണ്. സ്വാഭാവികമായും എന്റെ I2 XC2 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഇതാണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ എന്റെ C2 എന്ന് പറയുന്നത്, അതായത് I2 എങ്ങനെ വരണം? കപ്പാസിറ്റൻസിന്റെ കേസിൽ കറണ്ട് ലീഡ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റൻസ് C2 എന്ന് പറയുന്നത്? എന്റെ E2, ഈ കാണിച്ചിരിക്കുന്ന റിസൾട്ടന്റ് അല്ലേ എന്റെ E2? അതല്ലേ എന്റെ കപ്പാസിറ്റൻസ് C2ന് അക്രോസ് ഉള്ള വോൾട്ടേജ്? സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് C2 എന്റെ ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ C2 എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ലീഡ് ദി E2 ബൈ 90 ഡിഗ്രി ആയിരിക്കണം. സോ എന്റെ I2 അവിടെ ഉണ്ട്. I2 അവിടെ ഇരിക്കട്ടെ. ഇനി ആരെയൊക്കെ ഉൾപ്പെടുത്തണം? അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്റെ I1 ഉണ്ട്. എന്റെ I1 ഉണ്ട്. I1 R1ലൂടെ ഫ്ലോ ചെയ്യുന്ന കഥയും നമ്മൾ പറഞ്ഞു, C1ലൂടെ ഫ്ലോ ചെയ്യുന്ന കഥയും പറഞ്ഞു. പക്ഷെ ഇതേ I1 തന്നെ അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ ആരിലൂടെയും ഫ്ലോ ചെയ്യും? R3ലൂടെയും ഫ്ലോ ചെയ്യുന്നു. സോ വെൻ I1 start flowing through R3 അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എന്ത്?
I1 into R3 അതായത് E3. സോ ഞാൻ എന്ത് ചെയ്യാണ്, സ്മോൾ R1നേക്കാൾ വലിയ റെസിസ്റ്റൻസ് ആയിരിക്കും R3 എന്ന് പറയുന്ന ഫിക്സഡ് റെസിസ്റ്റൻസ്. സോ ഇവിടെ നിന്ന് ഞാൻ വരയ്ക്കുമ്പോൾ R3 ക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് I1 into R3 ഞാൻ മാർക്ക് ചെയ്യണേ. I1 into R3 ഫ്രം ഒറിജിനിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഇത് I1 into R3. ഈ I1 into R3 എന്ന് വെച്ചാൽ എന്താണ്? R3 ക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. അതിന്റെ നെയിം എന്തായിരുന്നു, പേരെന്തായിരുന്നു? E3. പക്ഷെ അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ എനിക്ക് പറയാനുണ്ട് എന്ത്, E3 is equal to E4. E4 എന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R4, I4 into R4, അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് C4, IC into XC4. ഈ IC into XC4 എങ്ങനെ എഴുതാം? IC into 1 by omega C4 എന്ന് എഴുതാം. എല്ലാം കൂടെ എഴുതുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? E3 should be equal to E4. അതിൽ E4 എന്താണ്? I4 into R4, that is equal to IC into XC4. സോ നമുക്ക് എന്ത് കിട്ടി? E3 കിട്ടി. E3 E4 തുല്യമാണെന്ന് കിട്ടി. അതെന്ന് പറയുന്നത് R4 XC4 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് I4 into R4 is equal to IC into XC4, it is equal to E4. അതാണ് നമ്മുടെ E3 ക്ക് തുല്യം എന്ന് പറഞ്ഞു. അപ്പൊ E3 E4 ആയി, E1 E2 ആയി. നമ്മളപ്പോ ഓൾറെഡി പറഞ്ഞിരുന്നു ടോട്ടൽ EMF അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ്, AC വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദി ഷെറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന E is equal to എന്തായിരുന്നു? E1 plus E3 ആയിരുന്നു, അല്ലെങ്കിൽ E2 plus E4. എന്ത് ചെയ്താൽ മതി? എന്റെ E1-ന്റെയും ഈ കാണുന്ന E3-യുടെയും റിസൾട്ടന്റ് എടുത്താൽ മതി. ബൈ പാരലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോൾട്ടേജ് E കിട്ടും. ടോട്ടൽ വോൾട്ടേജ് E കിട്ടും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ടോട്ടൽ വോൾട്ടേജ് E കിട്ടുന്നു. ഇത് ക്ലിയർ ആണ്. ഇനി ജസ്റ്റ് ഇതിനകത്ത് വരുന്ന മറ്റ് കമ്പണൻസ് എന്ന രീതിയിൽ, മറ്റ് എലമെന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തിനെ മാർക്ക് ചെയ്യണം? ഇവിടെ IC എവിടെ? I4 എവിടെ? IC എവിടെ? I4 എങ്ങനെയായിരിക്കും വരേണ്ടത്? സ്വാഭാവികമായിട്ടും I4 R4 എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R4 ആണ്. സോ R4-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് I4 എന്ന് പറയുന്നത് I4 R4 എങ്ങനെ വരണം? ഇൻ ഫേസ് വരണം. സോ എന്റെ I4 എവിടെ വരും? ഇറ്റ് ഷുഡ് ബി ഇൻ ഫേസ് R4 ആയിരിക്കണം. അതുപോലെ തന്നെ ആരുണ്ട്? എന്റെ IC-യും ഉണ്ട്. എന്റെ കപ്പാസിറ്റർ കറണ്ട് IC, C4-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC. ഈ IC നമുക്ക് എവിടെ മാർക്ക് ചെയ്യണം? ഈ കാണുന്ന ലൈനാണ് നമ്മുടെ IC into XC4. ഇതുവരെയാണ് എന്റെ IC into XC4 അഥവാ E4 എന്ന് പറയുന്നത്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് XC4 ആണ് എന്റെ IC into XC4. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ കേസിൽ നമുക്കറിയാം കറണ്ട് ലീഡ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇവിടെ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ C4 എന്ന് പറയുന്നതാണ് IC XC4. സോ ആ വോൾട്ടേജിനെ ലീഡ് ചെയ്ത് വരണം, 90 ഡിഗ്രി ലീഡ് ചെയ്ത് വേണം ആര് വരാൻ? നമ്മുടെ IC വരാൻ. നമ്മുടെ IC വരാൻ. ആക്ച്വലി വരച്ചു വരുമ്പോൾ എന്റെ IC-യുടെയും ഈ കാണുന്ന IC-യുടെയും I4-നെയും റിസൾട്ടന്റ് ആണ് എന്ത്? എന്റെ I4. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. വരച്ചു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IC-യുടെയും I4-നെയും റിസൾട്ടന്റ് ആണ് എന്റെ I2. നേരത്തെ നമ്മൾ ഇവിടെ വരച്ച E2-ന് 90 ഡിഗ്രി ലീഡ് ചെയ്തുകൊണ്ട് വരച്ച I2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ദി റിസൾട്ടന്റ് ഓഫ് IC ആൻഡ് IR ആണ്. വെക്ടർ ഡയഗ്രം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഡീസോദീസ് ബ്രിഡ്ജിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒരാളെ ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ആരായിരിക്കും അത്? എന്റെ C1-ന്റെ ലോസിനെ കാണിക്കാൻ ഞാൻ R1 ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, C1-ന്റെ ലോസിനെ കാണിക്കാൻ സ്മോൾ R1-നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീസോദീസ് ബ്രിഡ്ജിൽ പഠിച്ച പോലെ ഒരു കൺസെപ്റ്റ് ഏതായിരുന്നു അത്? ഡിസിപ്പേഷൻ ഫാക്ടർ.
ഡിസിപ്പേഷൻ ഫാക്ടർ എത്രത്തോളം ഹീറ്റ് എനർജി അവിടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു, അത് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ടാൻ ഡെൽറ്റ എന്ന് പറയും. ടാൻജന്റ് ഓഫ് ഏത് നമ്മുടെ ലോസ് ആംഗിൾ എന്ന് പറഞ്ഞു. ഈ ലോസ് ആംഗിൾ എന്തായിരുന്നു? എന്റെ C1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, ഇവിടെ C1 അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താണോ ആ വോൾട്ടേജ് ഡ്രോപ്പിനും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും ഇടയിലുള്ള ഫേസ് ആംഗിൾ എടുക്കുക. അതിന് ഞാനിട്ട പേര് തീറ്റ എന്നാണെങ്കിൽ then loss angle is equal to 90 minus theta ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം. എന്റെ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതായിരുന്നു? E1. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി C1 മാത്രമല്ല, ഇവിടെ ഏതും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലോസ് R1 കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ C1 R1 അക്രോസ് വരുന്ന വോൾട്ടേജ് അതും C1 ഫ്ലോ ചെയ്യുന്ന കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ്, ഫേസ് ആംഗിൾ ഡിഫറൻസ് എടുക്കുക. അതായത് E1 അക്രോസ് ഫ്ലോ ചെയ്യുന്ന E1 അക്രോസ് വരുന്ന വോൾട്ടേജ് E1, ആമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആം 1 അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് E1, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I1. അവർക്കിടയിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് എടുക്കുക. അത് ഞാനിട്ട പേര് E1 I1 ഇടയ്ക്കുള്ള ഫേസ് ആംഗിളിന് ഞാനിട്ട പേരാണ് θ1. ഇത് θ1 ആണെങ്കിൽ ലോസ് ആംഗിൾ ഓഫ് ദി കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 90 മൈനസ് θ1, അതാണ് എന്റെ Δ1. 90 മൈനസ് θ1 അതാണ് എന്റെ Δ1. അതിന് ഞാൻ ഡെൽറ്റ എന്ന് മാത്രം ഇടുന്നു. ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? എന്റെ കപ്പാസിറ്റൻസ് C1 ലോസ് ആംഗിൾ ആണ് ഡെൽറ്റ. ഒന്നുകൂടെ ലോസ് ആംഗിൾ എങ്ങനെ കിട്ടും? എന്റെ കപ്പാസിറ്റൻസ് അക്രോസ്, കപ്പാസിറ്റൻസ് വെച്ചാൽ എന്താണ്? ആക്ച്വൽ കപ്പാസിറ്റൻസ്. അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R1 എന്ന് കാണിക്കുന്നത് എന്താണ്? അതിന്റെ ലോസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് സ്മോൾ R1 അവിടെ വെച്ചിരിക്കുന്നത്. സോ C1 R1 അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക. അതാണ് നമ്മുടെ E1 എന്ന് പറയുന്നത്. ആ E1 ഈ C1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് എടുക്കുക. അതാണ് θ1. ദെൻ ലോസ് ആംഗിൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 90 മൈനസ് θ1. സോ ഇവിടെ എന്റെ ഡെൽറ്റ ആയി കാണിച്ചിരിക്കുന്നതാണ്. ലോസ് ആംഗിൾ കിട്ടി. ദെൻ ഡിസിപ്പേഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ലോസ് ആംഗിൾ. ഇനി ഡിസിപ്പേഷൻ ഫാക്ടർ എന്താണെന്ന് മറന്നോ ആരെങ്കിലും? ഓർമ്മയുണ്ടോ? ഇറ്റ് വാസ് ദി റേഷ്യോ ഓഫ് റെസിസ്റ്റീവ് പവർ ലോസ് ഇൻ ദി ESR, ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന പവർ ലോസും, and it's the ratio of that power loss to the reactive power oscillating in the capacitor. എന്റെ കപ്പാസിറ്ററിന് അക്രോസ് ഞാൻ ഒരു AC സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്റ്റീവ് പവർ എങ്ങനത്തെ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള റിയാക്റ്റീവ് പവർ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ റിയാക്റ്റീവ് പവർ. ആ ഓസിലേറ്റ് ചെയ്യുന്ന റിയാക്റ്റീവ് പവറുമായിട്ടുള്ള റേഷ്യോ ആണ് എന്ത്? എന്റെ ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ടാൻ ഡെൽറ്റ. ഓക്കെ, സോ dissipation factor of എന്ത്? എന്റെ കപ്പാസിറ്റൻസ് C1, C1 ഡിസിപ്പേഷൻ ഫാക്ടർ എന്താണ്? ടാൻ ഡെൽറ്റ. അതെന്തെന്നായിരുന്നു പറഞ്ഞത്? പവർ ലോസ്. അതിന്റെ ഡെഫിനിഷൻ ആണ് പവർ ലോസ് ഇൻ equivalent series resistance of the capacitor, അതായത് ESR അഥവാ സ്മോൾ R1 അക്രോസ് ഉള്ള പവർ ലോസ് ഡിവൈഡഡ് ബൈ റിയാക്റ്റീവ് പവർ ഓസിലേറ്റിംഗ് ഇൻ ദി കപ്പാസിറ്റർ. ഓക്കെ, ഇനി നമ്മുടെ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ടാൻ ഡെൽറ്റ കിട്ടുമോ? ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. അതിൽ നിന്ന് ടാൻ ഡെൽറ്റ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ടാൻ ഡെൽറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഡെൽറ്റയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഈ കാണുന്ന ലൈൻ. ഇത്രയും എത്രയാണ്? I1 ഇൻറ്റു സ്മോൾ R1 അല്ലേ ഈ നീളം? I1 ഇൻറ്റു സ്മോൾ R1 അതല്ലേ എന്റെ ഓപ്പോസിറ്റ് ഓഫ് ദി ടാൻ ഡെൽറ്റ. ഓപ്പോസിറ്റ് കിട്ടി. എന്താണ്? ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു dissipation factor of C1 is equal to
tan delta is equal to opposite, അതായത് I1 into small r1 divided by adjacent എന്താണ് I1 by omega C1. I1 cancel out ആയി പോകുന്നു, ബാക്കി എന്ത് വരുന്നു tan delta is equal to R1 into അല്ലെങ്കിൽ R1 into omega C1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഒമേഗ ഇൻറ്റു C1 ഇൻറ്റു R1. ഇതാണ് എന്റെ എന്താ ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് ദി കപ്പാസിറ്റർ C1. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഡിസിപ്പേഷൻ ഫാക്ടർ ടാൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ C1 ഇൻറ്റു R1 നമുക്ക് കിട്ടി. പക്ഷെ ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അറ്റ് ബാലൻസ് സ്വിച്ച് കണ്ടീഷനില് എന്റെ സ്മോൾ R1 ഈസ് ഈക്വൽ ടു C4 by C2 into R3 and unknown capacitance C1 is equal to C2 into R4 by R3. Therefore നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു tan delta is equal to omega into C1 വരെ എന്തിട്ട് കൊടുക്കാം C2 into R4 by R3 and small R1 വരെ എന്തിട്ട് കൊടുക്കാം C4 by C2 into R3. ഇവിടെ എന്ത് ചെയ്യാം നമുക്കിനി R3 and R3 gets cancelled and C2 and C2 gets cancelled, implies dissipation factor is equal to tan delta is equal to omega into R4 into C4. ഇതുവരെ ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നുമില്ലേ? നമ്മുടെ സ്മോൾ R1 കണ്ടുപിടിക്കാൻ ഇവിടെ ഇക്വേഷൻ ഉണ്ട്, അൺനോൺ കപ്പാസിറ്റൻസ് C1 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആയി. നമ്മുടെ ഷെറിംഗ് ബ്രിഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അൺനോൺ കപ്പാസിറ്റൻസ് C1ന്റെ ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ആയി. ക്ലിയർ ആണ്? ഇനി ചെറിയൊരു കൺസെപ്റ്റ് കൂടെ പറയാം. നോർമലി നേരത്തെ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ എന്റെ normally as in figure variables എന്ന് പറയുന്നത് R4 and C4 ആണ്. Variables are R4 and C4. അത് നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഞാൻ ഡെൽറ്റ കണ്ടുപിടിക്കാൻ നേരം കണ്ടോ R4ഉം C4ഉം ഒരുമിച്ച് വേരിയബിൾസ് വന്നു. അപ്പോൾ അത് കിട്ടാൻ പാടല്ലേ? അത് മാത്രമല്ല നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല അഡ്വാൻറ്റേജസും ഈ ബ്രിഡ്ജ് കൊണ്ട് നമുക്ക് നേടാം. അതായത് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് R4 and C4 ആസ് വേരിയബിൾസ്, R4ഉം C4ഉം വേരിയബിൾ ആയിട്ട് വെക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക, R3 and C4 are made variables, whereas R4 and C2 are fixed. അതായത് നേരത്തെ കണ്ടീഷനിൽ ആരൊക്കെയായിരുന്നു ഫിക്സഡ് ആയിരുന്നത്, ആരൊക്കെയായിരുന്നു വേരിയബിൾസ് ആയിരുന്നത്? C4ഉം R4 ആയിരുന്നു വേരിയബിൾസ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, C4നെ അവിടെ വേരിയബിൾ ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്, മാറ്റമൊന്നും വരുത്തിയില്ല. പക്ഷേ R4നെ വേരിയബിൾ ആയിരുന്ന സ്ഥാനത്ത് ഞാൻ ഇപ്പൊ എന്താക്കി, അതിനെ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് R3യെ വേരി ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം, ആരെ വേരി ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. ഇതായിരുന്നു നമ്മുടെ ഷെറിംഗ് ബ്രിഡ്ജ്. ഇതിൽ പ്രാക്ടിക്കൽ കേസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് R4 ആസ് വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, R3യെ വേരിയബിൾ ആക്കി. ഇപ്പോൾ എന്റെ വേരിയബിൾസ് ആരൊക്കെയാണ്? C4ഉം R3യും ആണ് എന്റെ വേരിയബിൾസ് ആൻഡ് C2 ആൻഡ് R4 ആർ ഫിക്സഡ് വാല്യൂസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്തെന്ന് നമുക്കിപ്പം നോക്കാം. R3 and C4 are made variables. ഇനി ഫസ്റ്റ് ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഡ്വാൻറ്റേജസ് ഓഫ്
മേക്കിംഗ് R3 ആൻഡ് C4 ആസ് വേരിയബിൾസ് എന്ന് എടുത്തിട്ട് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഡിസിപ്പേഷൻ ഫാക്ടർ എടുക്കുമ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ? ഒമേഗ R4 ഇൻറ്റു C4 ആയിരുന്നു ഇക്വേഷൻ. അതിലിപ്പോൾ ആര് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ? C4നെ മാത്രം ഞാൻ വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. സോ എന്റെ ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നേരം ഞാൻ C4 മാത്രം വേരിയബിള്, ഇവിടെ R4 കോൺസ്റ്റന്റ് ഫോർ എ ഫിക്സഡ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി, ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫ്രീക്വൻസി. ഒരു 50 ഹെർട്സ് ഫ്രീക്വൻസി സിസ്റ്റത്തിലാണ് ഞാൻ അനലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്റെ ഒമേഗ 2πf എന്താണ്? ഫിക്സഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. R4 ഓൾറെഡി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ R4 ഉം ഒമേഗയും കോൺസ്റ്റന്റ്. വേരിയബിൾ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? C4 മാത്രമേ ഉള്ളൂ. സോ ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? C4ന്റെ ഡയൽ നമ്മള് കാലിബ്രേറ്റ് ചെയ്യും ഇൻ സച്ച് എ വേ ദാറ്റ് ബൈ വേരിയിങ് C4 itself. അതിന്റെ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മറ്റ് കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഡിസിപ്പേഷൻ ഫാക്ടർ കിട്ടും. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എനിവേ ഇപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒമേഗ for a particular frequency, advantage ആദ്യത്തെ പോയിന്റ്, for a particular frequency omega is constant, R4 fixed ആണ്, R4 is fixed and a variable ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? C4 മാത്രമേ ഉള്ളൂ. Therefore DF എന്ന് പറയുന്നത് അഥവാ tan delta, നമ്മുടെ ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു C4 ആകുന്നു. സോ ഇഫ് C4 ഡയൽ ഈസ്, C4ന്റെ ഡയൽ നമ്മള് ഇഫ് C4 ഡയൽ ഈസ് അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഈസ് കാലിബ്രേറ്റഡ്, സെക്കൻഡ്, is calibrated in such a way that എന്തായിരിക്കും? C4 value will help us to obtain DF. Simply looking into the dial of C4 we can get the value of dissipation factor. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. സെക്കൻഡ് അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്റെ C1ന്റെ വാല്യൂ എന്തായിരുന്നു? C1 is equal to R4 by R3 into C2 എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിലിപ്പോ ആരാണ് വേരിയബിള്? എന്റെ R4 ഫിക്സഡ് ആണ്, R3 വേരിയബിൾ ആണ്, C2 ഫിക്സഡ് ആണ്. R4 ഉം C2 ഫിക്സഡ് ആണ്, R3 മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബൈ യൂസിങ് ദി വാല്യൂ ഓഫ് R3യുടെ ഡയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? C1 കണ്ടുപിടിക്കാം. കാരണം എന്താണ്? R4 ഉം C2 ഉം ഫിക്സഡ് ആണ്. അതുകൊണ്ട് R3യുടെ വാല്യൂവിനെ മാത്രമേ എന്റെ C1 ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ബൈ സീയിങ് ദി വാല്യൂ ഓഫ് R3 itself we can obtain എന്ത്? C1 by using the value of R3 dial alone we can obtain C1. ക്ലിയർ ആണ് ഇതുവരെ? പക്ഷേ നമ്മുടെ R3യും C4ഉം വേരിയബിൾസ് ആക്കുമ്പോൾ, അവരെ വേരിയബിൾ ആക്കുമ്പോൾ ഉള്ള ഒരു വിഷയം നമുക്കൊന്ന് സ്മോൾ r1ന്റെ ഇക്വേഷൻ കൊണ്ട് എടുത്ത് എഴുതി നോക്കാം. അപ്പോ മനസ്സിലാകും. സ്മോൾ r1 is equal to R3 into C4 by C2.
ഇതിലെ വേരിയബിൾസ് എന്തായിരുന്നു? C4ഉം R3 ആൻഡ് R2 നമ്മുടെ ഫിക്സഡ് വാല്യൂസ് ആയിരുന്നു. C4 കണ്ടോ? സോറി, സ്മോൾ r1 is equal to R3 into C4 by C2. ഇതില് ഫിക്സഡ് ഏതാണ്? C2 മാത്രമാണ് ഫിക്സഡ്. R3 ആൻഡ് C4 ആർ വേരിയബിൾസ്. അതില് വിഷയം എന്തായിരുന്നു? എന്റെ C1ന്റെ ഇക്വേഷനിലും വേരിയബിൾ ആയിട്ട് R3 ഉണ്ട്. എന്റെ സ്മോൾ r1ന്റെ ഇക്വേഷനിലും വേരിയബിൾ ആയിട്ടുള്ള R3 ഉണ്ട്. സോ നമുക്ക് എന്ത് സംഭവിക്കും? ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ എന്താണ്? കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ബോത്ത് ദീസ് ഇക്വേഷൻസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ സ്വല്പം പാടായിരിക്കും. പക്ഷേ ഈ അഡ്വാൻറ്റേജസ് ഇത്രയും ഉള്ളത് കൊണ്ട് ആര് ഡിസഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നു? ഇല്ലാണ്ടാവുന്നു. കാരണം നമുക്ക് ജസ്റ്റ് മേക്കിംഗ് R3 ആൻഡ് C4 ആസ് വേരിയബിൾസ്, we can obtain the value of dissipation factor directly from C4 dial. Similarly, C1ന്റെ വാല്യൂ ഡയറക്ട്ലി ഫ്രം നമുക്ക് R3യുടെ ഡയൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? C1ന്റെ വാല്യൂ ഡയറക്ട്ലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അത്രയും അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബാലൻസിങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്പേഷൻ ഫാക്ടർ അറ്റ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഇഷ്ടമുള്ള ഫ്രീക്വൻസി എടുക്കാം. അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ലെറ്റ് ഇറ്റ് ബി 50 ഹെർട്സ് ഫ്രീക്വൻസി ആണെങ്കിൽ, ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം, അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. അപ്പോ നമുക്ക് ഓൾറെഡി അറിയാം D1ന്റെ വാല്യൂ, D1 ഈസ് ഈക്വൽ ടു, അതായത് എന്റെ ഡിസിപ്പേഷൻ ഫാക്ടർ DF, ഓക്കെ, ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് C1 എന്ന് പറയുന്നത് എന്തെന്നിട്ടു? ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്തായിരുന്നു? ഡിസിപ്പേഷൻ ഫാക്ടർ ഒമേഗ ഇൻറ്റു R4 ഇൻറ്റു C4, ഒമേഗ ഇൻറ്റു R4 ഇൻറ്റു C4, ഒമേഗ R4 C4, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ എനിക്ക് എന്തെന്ന് എഴുതാം? 2πf ഇൻറ്റു R4 ഇൻറ്റു C4. ഇതില് ആര് കോൺസ്റ്റന്റ് ആണ്? ഇപ്പൊ എടുത്തിരിക്കുന്ന രീതിയിൽ R4നെ ഫിക്സഡ് ആക്കി എടുത്തു, C4 വേരിയബിള്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് R4ന്റെ വാല്യൂ ഫിക്സഡ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ലെറ്റ് ഇറ്റ് ബി ഒരു 3000. നമുക്ക് റൗണ്ട് വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 3180 ഓം ആയിട്ട് എടുത്തു എന്ന് വെക്കുക. ഫ്രീക്വൻസി എഫ് എന്തായിട്ട് എടുത്തു? 50 ഹെർട്സ് ആയിട്ട് എടുത്തു. കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ അറൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ എത്ര വരുന്നുണ്ട്? 2 ഇൻറ്റു 5 ഇൻറ്റു 50 ഇൻറ്റു 3180 ഈസ് ഈക്വൽ ടു എത്ര വന്നു? 999,026.46 ഇൻറ്റു C4 എന്ന് കിട്ടി. ഇതിന് എനിക്ക് അപ്രോക്സിമേറ്റ്ലി എന്തെന്ന് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁶ ഇൻറ്റു C4. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ബൈ ജസ്റ്റ് അഡ്ജസ്റ്റിംഗ് C4, എന്റെ വേരിയബിൾ ആയിട്ടുള്ള C4നെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഓരോ ഡയലിൽ എത്തുന്നതിന് കറസ്പോണ്ടിങ് എനിക്ക് എന്തറിയാൻ പറ്റും? DFന്റെ വാല്യൂ അറിയാൻ പറ്റും. Corresponding to the dial of C4, we can obtain the value of DF, dissipation factor of C1. എങ്ങനെ? C4ന്റെ ഡയലിൽ നോക്കുക, അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ, അതുമായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁶ ചെയ്താൽ മതി. ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് R4, അതിന്റെ വാല്യൂ എന്തായിരിക്കണം? 3180 ഓം ആയിരിക്കണം. ഫ്രീക്വൻസി എത്ര ആയിരിക്കണം? 50 ഹെർട്സ് ആയിരിക്കണം. ഇനി ഈ ഒരു കേസിന് മാത്രം 10⁶ ഇൻറ്റു C4. ഇനി ഫിക്സൻസ് R4ന്റെ വാല്യൂ വേറെ എന്തെങ്കിലും ആക്കിയാൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്താണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് നോക്കുക. ആ കോൺസ്റ്റന്റ് ഇൻറ്റു C4 ആയിരിക്കും നമ്മുടെ ഡിസിപ്പേഷൻ ഫാക്ടർ. ഇനി ഫ്രീക്വൻസി മാറിയോ? കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന 50 ഹെർട്സിലാണ്. ഇനി
60 ഹെർട്സിലാണ് ഇനി നിങ്ങളുടെ ഫ്രീക്വൻസി, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ 60 ഇട്ട് കൊടുക്കുക. 2π into 60 into, അത് ഇവിടെ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ 2π into 60 into മറ്റൊരു റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഈ സെയിം റെസിസ്റ്റൻസിൽ ഇട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് C1 അറ്റ് ഈ സെയിം ഫിക്സഡ് റെസിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് 60 ഹെർട്സിലാണെങ്കിൽ എന്ത് സംഭവിക്കും, 11,988,31.8 into C4 എന്ന് വന്നേനെ. എന്തായിരിക്കും, നേരത്തെ ഇത്രയായിരുന്നു നമ്മുടെ കോൺസ്റ്റന്റ്, ഇപ്പോൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറി, അത്രേ ഉള്ളൂ. ഓരോ കേസിലും അതിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു. കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുകയാണെങ്കിൽ, ഷെറിംഗ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് അൺനോൺ കപ്പാസിറ്റൻസ് C1 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. C1ന്റെ ലോസസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ESR, ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ് സ്മോൾ r1 അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ ആയിട്ട് നോർമലി എടുക്കുന്നത് C4ഉം R4ഉം ആയിരുന്നു. അത് വെച്ചിട്ട് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ നമ്മൾ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. പിന്നെ നമ്മുടെ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഡിസിപ്പേഷൻ ഫാക്ടറിന്റെ ടാൻ ഡെൽറ്റയുടെ ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വേരിയബിൾസ് എന്ന് പറയുന്നത് C4ഉം R4ഉം ആക്കുന്നതിന് പകരം C4നെയും R3യെയും ആക്കിയാൽ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.